നമസ്കാരം. കണ്ണൂർഷിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൊസ്ട്രാക്കുള്ളിയുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ട്രാക്കുള്ളിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നീ എനിക്കൊരു പൂ തന്നാൽ ഞാൻ നിനക്കൊരു പൂക്കാലം തരാമെന്നോ അങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പൂ തരൂ, ഞാൻ നിനക്കൊരു പൂക്കാലം തരാമെന്നൊക്കെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഉള്ളത് വിടരാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഒരുപാട് മൊട്ടുകളുള്ള ചെടിയിലും മൊട്ടുകൾ വിടർന്ന പൂവായിട്ടിരിക്കുന്ന ചെടികളിലും കായ്ക്കാൻ വേണ്ടി കൊതിക്കുന്ന ചെടികളൊക്കെ തൊട്ടരികിലായിട്ട് ഞാൻ നിൽക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണൂർ നമ്മുടെ ടെന്നീസ് കോർട്ടിനെടുക്കുന്ന തളാപ്പിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ദിനേശ് ഫാമിലി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ദിനേശിൻ്റെ നമ്മുടെ ഒരു വിപണന മേള നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇതുപോലെ വർണ്ണാഭമായിട്ടുള്ള ചെടികളാണ്. ഇത് കണ്ടോ, നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ എത്തുന്ന ഒരു അല്ല അതിൻ്റെ ഒരു പൂല അതിൻ്റെ പേരുന്നതിനു ഇതല്ല അതേപോലെ ഒരു നമ്മുടെ കാവിനടി കാണുന്നതിൻ്റെ പറയാ അതാരല്ലേ ഇപ്പം അതുപോലുള്ള പൂക്കൾ. പക്ഷെ ഇതിൻ്റെ പേരൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു മേഡം വരും ഒരു മേഡം ഓക്കെ പറയട്ടാ. ഓക്കെ, മേഡത്തിൻ്റെ പേര് രേഖ. സ്വന്തം സ്ഥലം ചൊവ്വ. വീടിന്റെ രേഖ ആരുടെ പേരില്ല? പേര് ചോദിച്ചുകൊണ്ടാണ്. അതായത് പണ്ട് ഗൃഹനാഥനായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ റേഷൻ കാർഡിലും എല്ലാ കാര്യത്തിലും ഗൃഹനാഥയാണ്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ കാര്യത്തിലും. അപ്പൊ ഈ ഗൃഹനാഥൻ പോയി ഗൃഹനാഥയിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് അതിലൊരു പ്രത്യേകത തോന്നുന്നത്? നല്ല കാര്യം തന്നെ. കുഴപ്പമൊന്നുമില്ല. താമസിക്കുന്ന എവിടെയാ? മേലെ ചൊവ്വ, ഇടച്ചൊവ്വ, താഴെ ചൊവ്വ, അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ഭാഗത്തല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ശരി. അപ്പം നിങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യുന്നത്? ജോലി തന്നെയാണ് ഇതിന്റെ ചെടീന്റെ ഗാർഡൻ. വീട്ടിലെത്ര ചെടികളുണ്ട്? വീട്ടില് കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പേരെന്താ? നമ്മൾ കാവിനോട് കാണുന്ന ചെമ്പകം, അതിന്റെ പേര് ചെമ്പകം അല്ലേ കാവിനോട്? ചെമ്പകം അങ്ങനെ അരളി എന്നൊക്കെ പറയാറുണ്ട്. ഏതാണ്ട് അതിന്റെ തണ്ട് പോലെ ഇരിക്കും അതിന്റെ സംഭവം. ഇത് വെള്ള കളറായിട്ട്. ഇതിന്റെ പേരെന്താ മാഡം? അരീനിയം. ഇതിന്റെ പേരാണ് അരീനിയം അല്ലേ? അതവിടെ അരീനിയം. അടീനിയം. അടി ഉറപ്പാ. അഡീനിയം എന്ന് പേരുള്ള ഒരു പൂവാണ്. റോസ് കളറായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല ഇതിന്റെ ഇടയിലും ഒക്കെ എതലിന്റെ അടിയിലും പിന്നെയും ഒരുപാട് സംഭവമൊക്കെ ഉള്ള ഒരു മനോഹരമായ പൂവാണ്. ഇതിന്റെ ജന്മദേശം എവിടെയാ? അറിയില്ല. അതായത് ഏതായാലും മരുഭൂമി ആവശ്യത്തിലുള്ള സ്ഥലത്ത് നിന്ന് വന്നതാ. പിന്നെ നമ്മള് എല്ലാവർക്കും അതായത് മലയാളികളുടെ ഒക്കെ വന്ന എല്ലാവരും പഠിക്കും എന്ന് പറഞ്ഞ പോലെ ഈ മറ്റ് ദേശത്തുള്ള പൂവാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ വന്നതിന് ശേഷം സ്വന്തം നാട്ടിലെ പൂവായിട്ട് മാറി. ഇതിപ്പം ഇതിന് വേറെന്താണ്? വെയിൽ കൊള്ളാൻ പാടില്ല എന്നോ മഴ കൊള്ളാൻ പാടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം? നല്ല വെയിൽ വേണം. അധികം മഴ വേണ്ട. അധികം വെള്ളം വേണ്ട. മഴ വേണ്ട. വെയിൽ നല്ല വെയിൽ വേണം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചെടിയുടെ അഡീനിയം എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിന്റെ വാല്യൂ എത്രയാ പറയുന്നത്? പൈസ ഏകദേശം അത് 800. അത് മദർ പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെയും അമ്മക്കാണ് സ്ഥാനം. മദർ എന്ന് പറഞ്ഞുകൊണ്ട് വില ഇച്ചിരി കൂടി. അതാണ് അല്ലേ? ഇപ്പൊ ചെറിയ ചോദ്യമാണ്. ഈ ഭക്ഷണ സാധനത്തിൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. അതിൽ മേഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാ? കാരണം നമ്മൾ ഈ ഷുഗർ പോലുള്ള അസുഖങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിലും കഴിക്കാൻ പാടില്ലെന്ന് പറയാം. ഈ പ്രഷർ പോലുള്ള അസുഖങ്ങൾക്ക് ഉപ്പ് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് എന്താണ്? സന്തോഷത്തിന്റെ ഒരു ടേസ്റ്റ് ആണ് മധുരം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണേ, ഇതൊരു മധുരമുള്ള ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പായിട്ട് മാറുന്ന ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായിട്ട് മാറും. എങ്കിലെന്താ? മധുരമുള്ള ഒരു ഭക്ഷണ സാധനമാണ്. അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന് ഒരു ആദ്യത്തെ അക്ഷരം മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനമായിട്ട് മാറും. അന്വേഷിപ്പിൻ കണ്ടെത്തും. നമുക്ക് അടുത്ത ചെടിയുടെ കാര്യം ഇവിടെ ഒരു മേടം ഉണ്ട്, നോക്കാം. ഓക്കെ. അല്ല, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അടീനത്തിൽ പെടുന്ന സംഭവമാണ്. എല്ലാ അടീനത്തിൽ എത്ര തരം കളറുള്ള പൂക്കളുണ്ട്? ഉണ്ട്. അപ്പം പിന്നെ നിങ്ങളുടെ പേര്? ഷബിന. സ്വന്തം സ്ഥലം? മാവിലായി. ഇപ്പൊ മാച്ചേരി താമസം. മാവിലായി നമ്മുടെ അടിയുത്സവം നടക്കുന്ന കാവിന്റെ അടുത്തായിട്ട് വരിക. ഇപ്പം താമസിക്കുന്നത് മാച്ചേരിയാണ്. ഈ പിന്നെ അടിയുത്സവം നമ്മൾ വിഷു കഴിഞ്ഞിട്ടല്ലോ നടത്തുന്നത് സാധാരണ? വിഷു ഏപ്രിൽ 14 ഉത്സവം തുടങ്ങി. ഇപ്പം താമസിക്കുന്ന എവിടെയാ? മാച്ചേരി. അപ്പൊ നമ്മള് ഉത്സവ സമയമാകുമ്പം അങ്ങോട്ടേക്ക് പോകും. നാട് കാണാൻ വേണ്ടി എല്ലാതെയും പോകും. വീട്ടിലെ ചെടികളെ പരിപാലിക്കുന്ന ആരാ? ഞാൻ തന്നെ. എത്ര തരം? നേരത്തെ ഒരുപാട് ചെടിയുണ്ടെന്ന് പറഞ്ഞു.
ഉണ്ട്, കുറച്ചുണ്ട്. നമുക്ക് പെട്ടെന്ന് പേര് പറയാൻ പറ്റിയ ഒരു 4 നമ്മുടെ നാട്ടിൻപുറത്ത് കാണാത്ത ഈ റോസ് മുല്ലയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നത് അല്ലാത്തൊരു 5 ചെടിയുടെ പേര് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അഡീനി ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, പിന്നെ അഗ്ലോണിമ ഉണ്ട്, പിന്നെ CC പ്ലാന്റ് ഉണ്ട്, പിന്നെ കലാത്തിയ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഡ്രസ്സുകൾക്ക് സീസൺ വരുമ്പോൾ ഓരോ വ്യത്യസ്തമായ പേരാണ് ഉണ്ടാകുക. സിനിമ പേരൊക്കെ നമ്മൾ പല ഡ്രസ്സിനും ആഭരണത്തിൽ ഇടാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെടികളുടെ പേര് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേരാണ്. എല്ലാം ഒരു ഇംഗ്ലീഷ് ചോയുള്ള പേരാ. മുല്ല, ചെമ്പകം, ചെത്തി, ചേമന്തി എന്നല്ല, എല്ലാം മാറിപ്പോയി അല്ലേ. എല്ലാം അഡീഷണലായിട്ട് മാറിയിട്ടൊരു ഫോറിൻ പേര് വരുന്ന രീതിയിലുള്ള പേരുകളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇവിടെ ഇപ്പം ഏകദേശം എത്ര തരം ചെടികളുണ്ട് ഇവിടെ? ഒരു 10 കൂടുതലുണ്ട്. ഉണ്ടാവും. അപ്പം പിന്നെ ഇത് ഏത് ചെടികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്? അഡീനിയം തന്നെ വാങ്ങുന്നത്, അഡീനിയം ഓർക്കിഡും തന്നെ വാങ്ങുന്നത്. ഇത് വീട്ടിനകത്ത് എന്തായാലും വെക്കാൻ പറ്റില്ല അല്ലേ? അതിന് ഫ്ലവറിങ് പാനെല്ലാം വെയിൽ വേണം നല്ലോണം. അപ്പം എന്തായാലും പിന്നെ ഇതൊക്കെ ഒരുപാട് ദിവസം ഒരുപാട് വർഷക്കാലം നിൽക്കുന്ന പ്ലാന്റ് ആയത്. അതിന്റെ പ്രത്യേകത അധികം വലിയ വെള്ളവും വേണ്ട, ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ നനച്ചാൽ മതി. മരുഭൂമിയിലുണ്ടോ ഒരു ചെമ്പകത്തിന്റെ ഒരു ടൈപ്പാണ് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ഫ്ലവർ പ്ലാന്റ്. വെയിലേറ്റ് വാടിയവൻ തീയിൽ കുരുത്തവൻ വെയിലേറ്റൽ വാടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പാറക്കെട്ടിലും മരുഭൂമിയിൽ നിന്നും ഉണ്ടായി വന്ന സംഭവമാണ്. അതുകൊണ്ട് കേരളത്തിലെ ചൂടൊന്നും പുള്ളിക്കാൻ നേശില്ല. പിന്നെ ഇടയ്ക്ക് 2 ദിവസം കൂടും ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചു, മേഡത്തോട് ചോദിച്ചു, മേഡത്തെ കിട്ടിയില്ല, രേഖ മേഡത്തെ കിട്ടിയില്ല. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, മധുരമുള്ള ഒരു ഭക്ഷണ സാധനം, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേര്. കിട്ടിയില്ല. അതൊന്നും ആലോചിച്ച് നോക്കി, ഞാൻ അപ്പുറം പോയിട്ട് നോക്കട്ടെ, കിട്ടും പറയാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് നോക്കാം ഇവരുടെ ആലോചിച്ച് കിട്ടുമെന്ന് നോക്കട്ടെ. റെഡി, നോക്കട്ടെ, വാ. അപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഡ്രസ്സ്. നമസ്കാരം സാർ, ചേട്ടൻ്റെ പേര്? സുരേഷ്. സുരേഷേട്ടൻ്റെ വീട് എവിടെയാ? ചാലക്ക്. ചാല തന്നട. ഓക്കെ. ജോലി ഇപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പം പിന്നെ ജോലിയും ചെയ്യുന്നത് ദിനേശ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഓക്കെ. അപ്പം ദിനേശ് ഇപ്പം എന്താ ഷർട്ടാണ് എന്താ എടുക്കാൻ വേണ്ടി പോകുന്നത്? ഷർട്ട് എടുക്കാൻ ഇതെല്ലാം ദിനേശിന്റെ ഷർട്ടാണ്. ഇതെല്ലാം ഷർട്ടും ദിനേശ്. അതാണ്. ഇതിപ്പോൾ എത്ര കൊല്ലമായി യൂസ് ചെയ്യുന്ന തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു കൊല്ലായി. പക്ഷെ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പുതിയ പോലെയുണ്ട്, കളറൊന്നും വാങ്ങിയിട്ടില്ല അല്ലേ? നല്ല സുഖമുള്ള സംഭവമാണ്. ദിനേശിന്റെ എടുക്കലുള്ളൂ. കാരണം ഒരിക്കൽ വാങ്ങിയവർ പിന്നെ മാറ്റി ചിന്തിക്കില്ല. അതാണ് ദിനേശിന്റെ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? ദിനേശിന് എത്ര വർഷം ഉണ്ടായിരുന്നു? ദിനേശിന് 15 വർഷം തൊഴിലാളി, 10 വർഷം മേസ്ത്രി എന്നിട്ട് 25 വർഷത്തിന് ശേഷം പിരിഞ്ഞാണ്. അപ്പം ഞാൻ ചെറിയ ചോദ്യം, അതായത് ദിനേശിന്റെ ഒരു പ്രൊഡക്റ്റാണ്, അതിവിടെ ഉണ്ട്. ദിനേശ് ഇവിടെ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അതിവിടെ ഉണ്ട്. ഞാനവിടെ ചോദിച്ചു, അതായത് മധുരമുള്ള ഒരു ഭക്ഷണ സാധനം, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം, അതിവിടെ ഉണ്ട്. എന്താണ്? മധുരമുള്ള ഭക്ഷണ സാധനം ഇവിടെ ഇല്ല, കയ്പുള്ള ഭക്ഷണ സാധനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ മേഡത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അതായത് മധുരമുള്ള ഒരു ഭക്ഷണ സാധനമാണ്, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം. രക്ഷയില്ല. ഓക്കെ, കാണാം. ഇവിടെ തന്നെയുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പേര സംഭവമാണെന്നല്ല. ഇത് പിന്നെ ഒറിജിനലായിട്ട് ഇവിടെ അല്ലേ, നമ്മുടെ ഈ ഒരു സ്റ്റോള് ഈ ഒരു സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പേരമരമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ലൊരു അലങ്കാരമായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ പേരെങ്ങനെയാ? അജിത. എവിടെ സ്ഥലം? അഴീക്കോട് അജിത. ആയിൽ തുടങ്ങുന്നു അല്ലേ? രണ്ടും. പിന്നെ ഇവിടെ ദിനേശില് എത്ര വർഷമായി? 30 വർഷം. 1993 മാർച്ചിലാണോ ഒക്ടോബറിലാണോ ഇവിടെ വന്നേ? ഏപ്രിൽ. അവിടെ നേരത്തെ പരിചയപ്പെട്ട ഒരാൾ മാർച്ചിലും ഒരാൾ ഒക്ടോബറിലാണ്. നിങ്ങൾ ഏപ്രിലാണ്? ഏപ്രിലിൽ വിഷു കഴിഞ്ഞിട്ടാണോ അല്ലെ വിഷുവിന് മുന്നേ ആണോ? വിഷുവിന് മുന്നേ ആണ്. വിഷുവിന്റെ തിരക്കൊക്കെ കൂടുന്നതിന് മുന്നേ ആണ് ചെയ്യുന്നത്. അപ്പൊ ഏത് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്? ഇപ്പൊ അംബ്രല്ലയിലാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. അതായത് ദിനേശ് പിന്നെ ഫുഡ് പ്രോഡക്റ്റിൽ ഇവിടെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റാണ് ആൻസർ. അതായത് മധുരമുള്ള ഒരു ഭക്ഷണ സാധനം, അതിവിടെ ഇല്ല. ഓക്കെ, മധുരമുള്ള ഒരു ഭക്ഷണ സാധനമാണ്, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് ഒരു മാറ്റം സംഭവിക്കുക. അതായത് പിന്നെ ചാന്നുള്ളവർക്ക് കാ എന്ന് പറയുന്ന പോലെ ഒരു അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനമായിട്ട് വരും. എങ്കിൽ എന്താണ് ഭക്ഷണ സാധനം? മധുരമുള്ള ഒരു ഭക്ഷണ സാധനമാണ്, അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം, അതിവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ മേഡത്തോട് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങോട്ട് നോക്കണ്ട, ഒരു പറഞ്ഞില്ല. അറിയോ? മധുരമുള്ള സാധനം ഇപ്പം മധുരമുള്ള ലഡുവും ബർഫിയേ ഉള്ളൂ. പിന്നെ മധുരമുള്ള ലഡുവുണ്ട്, ബർഫിയുണ്ട്. ആ, അതാ ഞാൻ പറഞ്ഞ ആ സാധനം മധുരമുള്ളത് ഇവിടെ ഇല്ല. പക്ഷെ അതിന്റെ ആദ്യ ദർശനം മാറ്റം സംഭവിച്ചാൽ കയ്പുള്ളത് ഇവിടെ ഉണ്ട്. രക്ഷയില്ല. നമുക്കിനി നാരങ്ങല്ല ഒരു മേഡം കൂടി. യെസ്, മേഡത്തിന്റെ പേര് പറ. ജിഷ. എവിടെ സ്ഥലം? അഴീക്കൽ. അഴീക്കോടല്ല, അഴീക്കൽ. ആ, ഈ അഴീക്കോടും അഴീക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു കല്ലിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസം. ഈ അഴീക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഫിഷറീസ് ഏരിയ, ലാസ്റ്റ് ഏരിയ ആണ് അല്ലേ? അഴീക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരും. ശരി. അപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ? 15 വർഷം. വന്ന വർഷം? ജൂലൈ. അല്ല, വർഷം പറയൂ. ആ, എത്രയാന്ന് ഇവർക്ക് ഓർമ്മയില്ല. 30 വർഷം വന്നാണോ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാ പറഞ്ഞെന്നുള്ളത്. 2010-ലാണെങ്കിൽ 15 വർഷമായോ? 15 വർഷം. അപ്പൊ ഈ സെക്ഷൻ നമ്പറല്ല സെക്ഷൻ തന്നെയാണ്. ഇതെല്ലാം വരൂല്ലല്ലോ. ഓക്കെ. അപ്പൊ ചെറിയ ചോദ്യം. അതായത് മധുരമുള്ള ഒരു ഭക്ഷണ സാധനം, അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം അതിവിടെ ഉണ്ട്. മധുരമുള്ള ഭക്ഷണ സാധനം ഇവിടെ ഇല്ല. പക്ഷെ അതിവിടെ ഇല്ല. മധുരമുള്ളത് ദിനേശ് ഈ പ്രൊഡക്റ്റ് സെയിലിൽ എത്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മധുരമുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് ഒരു ചെറിയൊരു മാറ്റം. ചായ ആണെങ്കിൽ അടക്കാന്ന് വരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് ഒരു മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനത്തിന് പേര്. ആ കയ്പുള്ള ഭക്ഷണ സാധനം ഇവിടെയുണ്ട്. കയ്പുള്ള ഇവിടെ എന്താന്ന് നോക്കിയാൽ പോരെ. രക്ഷയില്ല. അപ്പോൾ ഓക്കെ, നടക്കട്ടെ. നമ്മളൊരു ചേട്ടനും കൂടി നോക്കാം. ബാ. മധുരമുള്ള ഒരു ഭക്ഷണ സാധനം. മധുരമുള്ള ഇവിടെ ലഡു വേറെ സംഭവമൊക്കെയുണ്ട്. ഇപ്പം ദിനേശിൻ്റെ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വേറൊരു ചേട്ടൻ കൂടിയുണ്ട്. ഒന്ന് തിരിഞ്ഞേക്കാം സാർ. എങ്ങോട്ട് തിരിയേണ്ടതെന്നാണ്? ഇങ്ങോട്ട്. ഓക്കെ. സാറിൻ്റെ പേര്? പ്രശാന്ത്. സ്ഥലം? പള്ളിക്കുന്നായിട്ട് വിമൻസ് കോളേജിൻ്റെ ഏരിയ ആണോ? അല്ല, കോളേജിൻ്റെ തൊട്ട് പിന്നിലാണ്. അവിടെ താമസം പണ്ട് പോലെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്? ആണ്. ഞാൻ വീടെടുത്തിട്ട് 18 വർഷമായി. ഇപ്പം ആദ്യം മൂകാംബിക ഭാഗത്ത്. ഇപ്പം ഇങ്ങോട്ട്. വിമൻസ് കോളേജ് അവിടെ പിന്നെ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര വർഷമാണെന്ന് അറിയാം? 75-ലാണ് അവിടെ തുടങ്ങിയത്. അപ്പം 75 പോയിട്ട് ആദ്യം ഗവൺമെന്റ് ഗേൾസ് സ്കൂളില്ലേ, അവിടെ ഫസ്റ്റ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോഴത്തേക്ക് മാറ്റിയതാണ്. ഇപ്പൊ കുറച്ച് നല്ല ഒരുപാട് കളിക്കേണ്ട ഗ്രൗണ്ട് സംഭവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാർ ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ SBI ലൈഫിലാണ്. എത്ര വർഷമായിട്ട്? അല്ല, എനിക്കറിയാമെങ്കിലും നമുക്കൊന്ന് പരിചയപ്പെട്ടാലേ മറ്റുള്ള കാണുന്ന കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വർഷമായിട്ട് ഇപ്പം? ഞാൻ ബ്രാഞ്ച് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. 2006 മുതൽ സംഭവമൊക്കെ അടി ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. മോശമല്ല. അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനവും അതുപോലെ തന്നെ ദിനേശ് ഫുഡ് പ്രോഡക്റ്റ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം കിട്ടണമെങ്കിൽ ഞാൻ ദിനേശിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. അതായത് മധുരമുള്ളൊരു ഭക്ഷണ സാധനം, അത് ഇവിടെ ഇല്ല. ദിനേശ് അങ്ങനെ മാർക്കറ്റിൽ എത്തിക്കുന്നില്ല. ആ ഭക്ഷണ സാധനത്തിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം അതിവിടെ ഉണ്ട്. തേനല്ല, ഒരു മധുരമുള്ളൊരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. മധുരമുള്ളൊരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ളൊരു ഭക്ഷണ സാധനമാണ്. കയ്പുള്ള ഭക്ഷണ സാധനം ഇവിടെയുണ്ട്. ഐ ഡോണ്ട് നോ. അപ്പം നടക്കട്ടെ. ഏത് കളർ ഏതാ? നീല. യെസ്, സ്ഥിരം ദിനേശിൻ്റെ തന്നെ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ പേര് അർജുൻ. സ്വന്തം സ്ഥലം? മയിൽ എവിടെ? മയിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെ. മയിൽ സ്കൂളിൻ്റെ അടുത്താണ്. ആ മയിൽ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? അല്ല, ഞാൻ പറശ്ശിനെ പഠിച്ചത്. എന്തുകൊണ്ടാണ് മയിൽ താമസിക്കുന്ന ആൾ മയിൽ സ്കൂൾ പഠിക്കാൻ നേരെ പറശ്ശിനെ പോയിട്ട് പഠിച്ചത്? ദൂരം പോയിട്ട് പഠിച്ചതാ? അത് മാർക്കിൻ്റെ അനുസരിച്ചല്ലേ. മാർക്കിൻ്റെ അനുസരിച്ച് നമുക്ക് മാർക്കില്ലാത്തതുകൊണ്ട് പിന്നെ എവിടെ പോയി പഠിക്കേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ. വർക്ക് ചെയ്യുന്നപ്പം? ഞാനിപ്പോൾ ദിനേശ് എന്താ? പർച്ചേസിംഗിനാണ്. ഓക്കെ. ഈ പർച്ചേസിംഗിൻ്റെ നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൊടയൊക്കെ നിർമ്മിക്കുന്ന യൂണിറ്റിലേക്ക് വേണ്ട ഈ പ്രൊഡക്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഇവിടുന്ന്? നമുക്ക് മുംബൈയിലുണ്ട്, അതേപോലെ രാജസ്ഥാനുണ്ട്, ഡൽഹിയിലുണ്ട് മെയിനായിട്ട് വരും. കമ്പി പോലുള്ള സംഭവം ഇതിന്റെ ക്ലോത്ത്, അതിന്റെ തുണി ഫ്രെയിം വരുന്നുണ്ട്, അതിന്റെ ക്ലോത്ത് വരുന്നുണ്ട്, ഹാൻഡിൽ വരുന്നുണ്ട്, ക്യാപ്പ് വരും, അങ്ങനെ കുറച്ച് ഇത് വരും സംഭവം വരും. ഭക്ഷണ സാധനമൊക്കെ അത് വേറെ സെക്ഷനിലെ ആളാണ് നോക്കുക. വേറെ സെക്ഷൻ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ? ഞാൻ അംബ്രല്ല നോക്കും. അംബ്രല്ല മാത്രം നോക്കാം.
ഈ അംബ്രല്ലയുടെ തുണി നമ്മൾ ശരിക്കും അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്ന അറിയോ? ശരിക്കും അംബ്രല്ലയുടെ തുണി സാധാ ബ്ലാക്ക് തുണി മറ്റൊന്നൊക്കെ ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്ന് വരുത്തില്ല, ഫാൽന ആ ഏരിയയിലുണ്ട്. രാജസ്ഥാനിൽ നിന്ന് വരുന്നത്. അതേപോലെ മുംബൈ മെയിൻ മാർക്കറ്റാണ് അംബർലേൻ്റെ. ആ ഒരു സ്ട്രീറ്റ് മൊത്തം അംബർലേൻ്റെ ഇതില്ല. അപ്പം നമ്മൾ മഴക്കാലത്ത് മഴയിൽ നിന്ന് രക്ഷ നേടാനും വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി ഉപയോഗിക്കുന്ന കൊടയുടെ മുകളിൽ വെക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഇവിടുത്തെ ഒന്നല്ല മക്കളെ, രാജസ്ഥാനിലൊക്കെ വരുന്ന. അപ്പം നമ്മുടെ തലയ്ക്ക് മുകളിലാണ് രാജസ്ഥാനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ക്ലോത്തൊക്കെ കൊണ്ടാണ് നമ്മൾ കൊടയൊക്കെ ഉണ്ടാക്കി നമ്മൾ രാജകീയമൊക്കെ പ്രൗഢിയിൽ ഇങ്ങനെ പിടിച്ച് ചൂടിയിട്ടങ്ങ് പോവാണ് അല്ലേ? അപ്പോൾ നല്ല കാര്യം. എത്ര വർഷമായിട്ട്? ഞാനിപ്പോൾ എത്രയായാലും 2.5 മാസമായാലും. 2.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എന്തായിരുന്നു? അതിന് മുന്നിൽ KCCP എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അത്രയും വേണം, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പം ചെറിയൊരു കാര്യമാണ്, ഒരു മധുരമുള്ളൊരു ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിത് പിന്നെ ഒരു പലഹാരമെന്നോ അങ്ങനെയൊക്കെ വേണേൽ പറയാം. ഒരു കൂടി തരം ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണ സാധനമാണ്, മധുരമുള്ള സാധനമാണ്. അത് ലഡു ഇവിടെ ഉണ്ടല്ലേ, ലഡു ദിനേശ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മധുരമുള്ളൊരു ഭക്ഷണ സാധനം. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിക്കുക. ഇപ്പം കാന്നുള്ളടുക്ക ടാന്ന് വരുന്നവരെ താന്നുള്ളടുക്ക നാന്നൊക്കെ വരുന്നവർ മാറ്റം, ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനത്തിന് പേരായിട്ട് മാറും. അതിവിടെ ഉണ്ട്. കയ്പില്ല ഭക്ഷണ സാധനം, മധുരമുള്ള ഭക്ഷണ സാധനം ഇവിടെ ഇല്ല. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഒരു ഭക്ഷണ സാധനം അതിവിടെ ഉണ്ട്. കയ്പുള്ള സാധനം ഇവിടെ ഇല്ലേ? ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കണ്ട. ജഡ്ജഡ് പാനലിനോട് ചോദിക്കാണ് കയ്പുള്ള സാധനം ഇവിടെ ഇല്ലേ? ഉണ്ട്. ഓക്കെ, ജഡ്ജഡ് പാനൽ തീരുമാനിച്ചു. മേഡം കിട്ടിയാ? അപ്പൊ നമ്മുടെ ചെടിയുടെ അടുത്തുണ്ടായ ഇവിടെ ചെടിയുടെ അടുത്തുണ്ടായ 2 ചേച്ചിമാരാണ്. ഒന്ന് രേഖ ചേച്ചിയും പിന്നെ ഷബിന ചേച്ചിയാണ്. അപ്പൊ ചോദ്യമായിരുന്നു, ഇതൊരു ഭക്ഷണ സാധനമാണ്, മധുരമുള്ള ഭക്ഷണ സാധനമാണ്, അതിവിടെ വിൽക്കുന്നില്ല. അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കയ്പുള്ള ഭക്ഷണ സാധനമാണ്. അത് ദിനേശിന്റെ പ്രൊഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതാ ഇവിടെ ഉണ്ട്. അങ്ങനെ നോക്കല്ലേ, പറഞ്ഞു കൊടുക്കണ്ട. അത് ഇവിടെ ഉണ്ട്. ഒറ്റ കാര്യം പറയാ, 2 അക്ഷരമേ ഉള്ളൂ കേട്ടാ. മൂന്ന് അക്ഷരം. കയ്പുള്ള സാധനത്തിന് 3 അക്ഷരം ഉള്ളത്, മധുരമുള്ള ഈ സാധനത്തിന് 3 അക്ഷരം ഉള്ളത്. അപ്പൊ മധുരമുള്ള സാധനത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിൽ മാറ്റം സംഭവിച്ചാൽ കയ്പുള്ള ഭക്ഷണ സാധനത്തിന് പേരായി. 2-ന് 3 അക്ഷരമേ ഉള്ളൂ. മധുരമുള്ളത് പല നിറത്തിലും കാണും, കയ്പുള്ള ഒരു നിറത്തിൽ ഉണ്ടാവും. മൈസൂർ പോക്ക് മൈസൂർ പാക്ക്. ഈ മൈസൂർ പാക്കിന്റെ മാക്ക് ഏതക്ഷരം മാറ്റിയാലാണ് കയ്പുള്ളൊരു അക്ഷരത്തിന് മാറ്റം സംഭവിക്കണം. ഇവര് നേരെ ഊട്ടി പോകുന്നവർ നേരെ മൈസൂർ പാക്കിലേക്ക് കൂടെ പോവാണ് ചെയ്തത്. ഓക്കെ, ടൈം ഓക്കെ ആണോ? അപ്പം ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മാഡം ആ പ്രൊഡക്റ്റ് ഒന്ന് എടുത്തോണ്ട് വരൂ. ആ കയ്പുള്ള സാധനം ഇവിടെ ഉണ്ടേ, നോക്കട്ടെ. അടിയില്ലേ? വാ. ഈ കയ്പുള്ള സാധനമാണ് ഇത്. ഇതിന്റെ പേരെന്താണ്? ഉലുവ. കയ്പുള്ള സാധനമല്ലേ? ഈ പച്ച, ചോപ്പ്, മഞ്ഞ നിറത്തിലെ കോഴിക്കോട് ഒരു സാധനത്തിന്റെ പേരുണ്ട്, അറിയോ? ഹലുവ. ആ ഹാക്ക് വരെ ഊചേർന്ന് എന്തായി? ഹലുവ നേരെ എന്തായി? ഉലുവയായിട്ട് മാറും. അത്രേ ഉള്ളൂ. മധുരമുള്ള സാധനമാണ് ഹലുവ എന്ന് പറയുന്നത്. അതിന്റെ ഹാക്ക് വരെ ഊ വന്നാൽ ഉലുവ. ഉലുവ. ആൾക്കും ഊക്കും മാത്രം ചെറിയ വ്യത്യാസമുള്ള വേറെ ഒന്നുമില്ല. അലുവ മധുരമുള്ളതാണ്. പക്ഷെ അത് അലുവ ഇവിടെ ഉണ്ടോ? ദിനേശ് വിപണിയിൽ എത്തിക്കുന്നില്ല. അലുവ ദിനേശ് വിപണിയിൽ എത്തിക്കുന്നില്ലെങ്കിലും ഉലുവ ദിനേശ് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പം അലുവയെ ഉലുവയാക്കാൻ ആക്ക് പകരം ഊ മാത്രം ചേർന്നാൽ മതി. അലുവ മധുരമുള്ളതാണ്, ഉലുവ കയ്പുള്ളതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം ഞാൻ മേടത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൈസൂർ പാക്കല്ല. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ അധ്യായം കൂടി പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യം, പുതിയ മുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.